ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിൽ തമ്മിലടി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ത്യ മുന്നണിയിലും തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരായി എസ് പിയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. എസ് പിയുടെ ആവശ്യം അഖിലേഷ് യാദവിനെ ആ താക്കോൽ ഏൽപ്പിക്കണം. ഇന്ത്യ മുന്നണിയുടെ താക്കോൽ അഖിലേഷ് യാദവിനെ ഏൽപ്പിക്കണം. TMCയുടെ ആവശ്യം മമതാ ബാനർജിയെ ആ താക്കോൽ ഏൽപ്പിക്കണം. ഈ താക്കോൽ ഇനി ആരുടെ കയ്യിലായിരിക്കും? താക്കോൽ സ്ഥാനം ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേര് പ്രധാനമന്ത്രി കസേര എന്നാകുന്നു. ആ താക്കോൽ സ്ഥാനത്തേക്ക് ഭൈമി കാമുകർ അനേകം. ഇന്ത്യ മുന്നണിയിൽ ആളേറെ കൂടിയാൽ പാമ്പ് ചാവുകയില്ല എന്ന ഒരു പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. എണ്ണത്തിൽ ബാഹുല്യമുണ്ട് കക്ഷികളുടെ. സംസ്ഥാന തലത്തിൽ ഏറെ ശക്തി ക്ലെയിം ചെയ്യുന്ന നിരവധി കക്ഷികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. നോക്കൂ, തമിഴ്നാട്ടിൽ തെക്കേറ്റത്ത് നോക്കിയാൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാന കക്ഷി ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ത്യ മുന്നണിയിലാണ്. അതുപോലെ ഉത്തർപ്രദേശ് എന്ന വലിയ സംസ്ഥാനത്തെ 80 സീറ്റുകൾ പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കക്ഷി സമാജ്വാദി പാർട്ടി, മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടി, അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലാണ്. ബീഹാറിലെ ശക്തമായ കക്ഷി രാഷ്ട്രീയ ജനതാദൾ RJD, ലാലു പാർട്ടി, തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിൽ കക്ഷിയാണ്. എന്തിനും മമതാ ബാനർജി എന്ന അത്യുഗ്രൻ ബംഗാളി നേതാവ് അത് തത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആണ് എന്നും അല്ല എന്നും അവർക്ക് വലിയ നിശ്ചയമില്ല എങ്കിൽ പോലും തത്വത്തിൽ അങ്ങനെ പറയാം. എന്തിന് അരവിന്ദ് കെജ്രിവാൾ പോലും, ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ പോലും. അപ്പോൾ എണ്ണം നോക്കുമ്പോൾ മഹാരാഷ്ട്രയിലെ ഘടാഘടിയന്മാരായ 2 വൻ നേതാക്കൾ അല്ലെ, ശിവസേനയുടെ ഉദ്ധവ് താക്കറെയും NCPയുടെ ശരത് പവാറും ഒക്കെ തന്നെ ഇന്ത്യ മുന്നണി. അപ്പോൾ ഓൺ പേപ്പർ ഇന്ത്യ ഫ്രണ്ട് ഇസ് വെരി സ്ട്രോങ്. കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ കേരളത്തിലെ ഇന്ത്യ മുന്നണി എപ്പോൾ എങ്ങനെ ആര് ഭരിച്ചാലും, പിണറായി വിജയൻ ഭരിച്ചാലും, കോൺഗ്രസിൻ്റെ ഏതെങ്കിലും മുഖ്യമന്ത്രി വന്നാലും ഇന്ത്യ മുന്നണിയുടെ സംസ്ഥാനമായി തീരെഴുതി കൊടുത്തിരിക്കുകയാണ് കേരളം. അപ്പോൾ പേപ്പറിൽ കാണുന്ന കരുത്ത് എന്തുകൊണ്ട് കളത്തിൽ കാണുന്നില്ല? അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അച്ചുതണ്ട് ശക്തിയുടെ അഭാവമാണ്, അല്ലെങ്കിൽ അച്ചുതണ്ട് ശക്തിയുടെ ദൗർബല്യമാണ്. ഒരു കൊയലീഷൻ പൊളിറ്റിക്സ് മുന്നോട്ട് പോകണമെങ്കിൽ, മത്സരക്ഷമത ഉണ്ടാകണമെങ്കിൽ, പ്രാദേശിക കക്ഷികളെ ഒരു ചരടിൽ കോർത്തിണക്കത്തക്ക രീതിയിൽ ഒരു ചരടായി, കട്ടിയുള്ള ബലമുള്ള ചരടായി നിൽക്കേണ്ടത് ഒരു മുഖ്യ കക്ഷിയാണ്. അതാണ് കോൺഗ്രസ് പാർട്ടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മേഖലകൾ, ഉത്തർപ്രദേശ് ഏറ്റവും വലിയ സംസ്ഥാനം, അവിടെ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പുറത്തു പോയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി. ബീഹാർ, അവിടെ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് പുറത്തുപോയി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഡൽഹി എല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന, ഗുജറാത്ത്, ഇതൊക്കെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അവിടെ ഒന്നും തന്നെ കോൺഗ്രസ് പാർട്ടി അച്ചുതണ്ട് ശക്തി അല്ല. തമിഴ്നാട്ടും കോൺഗ്രസിന് അച്ചുതണ്ട് ശക്തിയാകാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. പണ്ട് ഒരുപാട് കാലത്തിന് മുമ്പ് 5 പതിറ്റാണ്ട് മുൻപ്, 5-6 പതിറ്റാണ്ട് മുൻപ് വരെ കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലും. ഇപ്പോൾ കാമരാജിൻ്റെ ഒക്കെ ശേഷം പിന്നീട് തമിഴ്നാട്ടിലും കോൺഗ്രസിലും ഒരു ജൂനിയർ പാർട്ട്ണർ ആകാനായിരുന്നു വിധി. അപ്പോൾ അച്ചുതണ്ട് ശക്തിയാകുന്ന ഇടങ്ങളിലൊന്നും ഘടകകക്ഷികളില്ല. അത് കർണാടകത്തിൽ കോൺഗ്രസിന് ശക്തമായ ഒരു ഘടകകക്ഷിയില്ല എന്ന് ഓർക്കണം. പിന്നെ വേറെ പിന്നുള്ളത് ഹിമാചൽ പ്രദേശ്, അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്കാണ്. പിന്നെ ഉള്ളത് തെലങ്കാന സംസ്ഥാനം, അവിടെ കാര്യമായ ഒരു പിൻബലം മറ്റു കക്ഷികളുടെ ഭാഗത്തുനിന്നില്ല. അപ്പൊ കോൺഗ്രസിന് പിൻബലം വീണ്ടെടുത്ത് കോൺഗ്രസ് മാത്രം പ്രവർത്തിക്കുകയും ഘടകകക്ഷികൾക്ക് നിർണായക സ്വാധീനമുള്ള ബീഹാർ, ഉത്തർപ്രദേശ് മുതലായ സ്ഥലങ്ങളിൽ ഘടകകക്ഷികൾക്ക് കോൺഗ്രസ് ഒരു ബാധ്യതയാവുകയും ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചിന്ത ഘടകകക്ഷികൾക്കുണ്ട്. അത് തേജസ്വി യാദവ് പലയാവർത്തി ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞു. ബീഹാറിൽ കഴിഞ്ഞ തവണ 2020 തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ചത് കോൺഗ്രസ് ആണ്. 70 സീറ്റിൽ മത്സരിച്ച് കേവലം 19 സീറ്റിലേക്ക് മാറി. വിമർശിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസിന്റെ ഈ വലിയേറ്റ നയമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നാം പരിശോധിച്ചറിയാം, മുംബൈയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിൽക്കുകയാണ്. കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറയുകയാണ്. ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. നാം ബീഹാർ തന്നെ പരിശോധിച്ചാൽ പല മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമാണ്. CPM-നെതിരെ 4 സീറ്റിലാണ് മത്സരിക്കുന്നത്, RJDക്കെതിരെ മത്സരിക്കുന്നു. പിന്നീട് ഡൽഹിയിൽ സഖ്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തിയില്ല. അപ്പോൾ ഈ പരാജയത്തിനെല്ലാം കാരണം ഈ കോൺഗ്രസ് ആണ്. കടുത്ത വിലപേശൽ നടത്തി. കഴിഞ്ഞ പ്രാവശ്യം 2020 70 സീറ്റുകൾ വാങ്ങിയെടുത്തു. ഇപ്രാവശ്യം 61 സീറ്റുകൾ വാങ്ങിയെടുത്തു. വാങ്ങുക എന്നല്ലേ പറയുക, കാരണം കോൺഗ്രസിന് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു സീറ്റ് പോലും ജയിച്ചു വരാവുന്ന ഒരു രീതിയിലല്ല ഇപ്പോൾ.
അപ്പോൾ പിന്നെ ആ കക്ഷി ഒരു പരിധിവരെ വിട്ടുവീഴ്ച ചെയ്തു എന്ന് കരുതാം ബീഹാറിലെ RJD. അപ്പോൾ കോൺഗ്രസിന് അവസാനം സ്ട്രൈക്ക് റേറ്റ് എന്താണ് ഉണ്ടായത്? കോൺഗ്രസിന് 61 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റിൽ 10% സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. RJDക്കും മെച്ചപ്പെട്ട സ്ട്രൈക്ക് റേറ്റ് ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 75-ൽ നിന്നും 25 കുറഞ്ഞു. എങ്കിൽ പോലും സംഘടനാ സംവിധാനമുള്ളത് RJDക്കാണ്. ഉത്തർപ്രദേശിൽ ഈ അമേഠി, റായ്ബറേലി, സുൽത്താൻപൂർ മേഖലയിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ ജയിച്ചു വരാൻ കഴിഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ്? അത് സമാജ്വാദി പാർട്ടിയുടെ അണികൾ നിർലോഭമായി വന്ന് വോട്ട് ചെയ്തതുകൊണ്ടാണ്. അതും കോൺഗ്രസിന് കൃത്യമായി അതിൻ്റെ പോലും ഒറ്റയ്ക്ക് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ മത്സരിച്ചാൽ എത്ര സീറ്റുകൾ ലഭിക്കുമായിരുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. ഒരു സീറ്റ് ലഭിച്ചു. സോണിയാഗാന്ധി റായ്ബറേലിയിൽ മാത്രം വിജയിച്ചു. അപ്പം ആ സെൻസിൽ റിയലിസ്റ്റിക്കായി കാര്യങ്ങളെ മാറി വന്ന രാഷ്ട്രീയത്തെ പ്രായോഗികമായി കാണാൻ ഇപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. അതാണ് വലിയേട്ടൻ മനോഭാവം എന്ന് പറയുന്നത്. പക്ഷേ മുൻപുണ്ടായിരുന്ന ശക്തി ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന് ഇല്ല എന്ന യാഥാർത്ഥ്യം. ആകെയുള്ളത് ദക്ഷിണേന്ത്യയിലെ കേരളം പോലെയുള്ള കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. അപ്പോൾ പിന്നെ ഘടകകക്ഷികൾ മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഇപ്പോഴിതാ സമാജ്വാദി പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞിരിക്കുന്നു, നേതൃമാറ്റത്തിനു സമയമായി. കോൺഗ്രസ് മാറി ഏറ്റവും വലിയ ഉത്തർപ്രദേശിലെ കക്ഷിയായ സമാജ്വാദി പാർട്ടിക്ക് മുന്നണിയുടെ നേതൃസ്ഥാനം കൊടുക്കുക. അഖിലേഷ് യാദവ് അതിന്റെ നേതൃത്വ സ്ഥാനത്ത് തള്ളിക്കളയാൻ കഴിയുമോ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 80 സീറ്റുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു നേതാവ് ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ അത് ഈ മുന്നണിക്ക് തന്നെ കരുത്തേക്കില്ല. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തി. അത് ശരിയാണ്. പക്ഷേ ഇപ്പോഴും പാൻ ഇന്ത്യ ലെവൽ കോൺഗ്രസിന്റെ മറു ആർഗ്യുമെന്റ് ഉണ്ട്. നമ്മളിതിനെ നിഷ്പക്ഷമായി കണ്ടാൽ മറുപക്ഷത്ത് കോൺഗ്രസ് ചിന്തിക്കുന്നത് എന്താണ്? തങ്ങൾക്ക് മാത്രമാണ് സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ എന്ത് കാര്യം, തമിഴ്നാട്ടിൽ എന്ത് കാര്യം? അപ്പോൾ കോൺഗ്രസിന് ചെറുതെങ്കിലും ദുർബലമെങ്കിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലായിടത്തുമുണ്ട്. അവർ വല്ലാതെ ശോഷിച്ചിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നു. പക്ഷേ സമാജ്വാദി പാർട്ടിക്കോ തൃണമൂൽ കോൺഗ്രസിനോ ഇവിടെ PV അൻവർ ഒരു പ്രായോഗികതയ്ക്ക് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് എന്ന് കേരളത്തിൽ പറയുന്നു. മമതാ ബാനർജിയും ഇദ്ദേഹവും തമ്മിൽ ഒന്നുമില്ല. ഇതൊക്കെ സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ്. പക്ഷേ കോൺഗ്രസ് എല്ലായിടത്തുമുണ്ട്. ബംഗാളിലും ശോഷിച്ച ഒരു കോൺഗ്രസ് ബംഗാളിലുമുണ്ട്, ത്രിപുരയിലുമുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 99 MP ലോക്സഭയിലെ കക്ഷിയാണല്ലോ കോൺഗ്രസ്. ആകെയുള്ള പ്രതിപക്ഷത്തെ അംഗസംഖ്യ 240ഓളം സീറ്റുള്ളതിൽ 100 സീറ്റോളം കോൺഗ്രസിന് മാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് വലിയേട്ടനാണ് കോൺഗ്രസ് എന്നത് ഡിഫാക്റ്റോ കാര്യമാണ്. പക്ഷേ അത്തത് സംസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി പരമാവധി സംഭവിക്കാൻ സാധ്യതയുള്ളത്, മുൻകാലങ്ങളിൽ ഒരു മൂന്നാം മുന്നണി ഉണ്ടായിരുന്നു. കോൺഗ്രസ് എലോൺ പ്ലസ് എ തേർഡ് ഫ്രണ്ട്. കോൺഗ്രസ് മൂന്നാം മുന്നണി സഖ്യം, ദേശീയ മുന്നണി ഇടത് മുന്നണി സഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് VP സിംഗ് അധികാരത്തിൽ വന്ന 80കളുടെ അവസാനം ഓർക്കുന്നുണ്ടാവുമല്ലോ. ആ ഒരു സമയത്തിന് സമാനമായി ലെഫ്റ്റ് കക്ഷികൾ മൂന്നാം മുന്നണിയിൽ ചേരുക, അല്ലെങ്കിൽ തേർഡ് ഫ്രണ്ട്, ലെഫ്റ്റ് ഫ്രണ്ട് ആൻഡ് കോൺഗ്രസ്, ഇത് മൂന്നും ചേർന്ന. അപ്പോൾ പിന്നെ നേതൃത്വ പ്രശ്നമില്ലല്ലോ. അവസാനം കിട്ടുന്ന വോട്ട് പോസ്റ്റ് ഇലക്ഷൻ ഒരു അറേഞ്ച്മെന്റ് മാത്രമേ ഇനി ഇന്ത്യ മുന്നണിയിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ. പ്രീ ഇലക്ഷൻ കോയലീഷൻ എന്ന നിലയിൽ NDAയുടെ അതേ ഒരു ശക്തി, അവിടെ അച്യുതന്റെ ശക്തിയുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു ഘടകകക്ഷികളുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിച്ചു വരാനുള്ള സൂചിപ്പിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ പരാജയങ്ങൾ ഒരു ഭാഗത്ത് തുടരുകയാണ്. അപ്പോൾ നിലവിലെ ഘടകകക്ഷികൾ ഒരു മൂന്നാം മുന്നണി എന്ന ചിന്തയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തീർത്തും അത് നിഷേധിക്കാനാവില്ല. അത് പരീക്ഷണങ്ങളായി, രാഷ്ട്രീയ പരീക്ഷണം. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി ഇപ്പോഴും പൂർണ്ണമായി ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പോഴും അതൊരു ഫോർമേറ്റീവ് സ്റ്റേജിൽ തന്നെയാണ്. ഇവോൾവിങ് ഒരു ഡെമോക്രസിയാണ്. അത് ശക്തമായ ഫൗണ്ടേഷൻ ഉണ്ട്. അത് ഇവോൾവ് ചെയ്യുകയാണ്. അതിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്തുന്നതിന് പ്രാദേശിക കക്ഷികൾക്ക് നിർണായകമായ ഒരു പങ്കാളിത്തമുണ്ട്. ഇന്ത്യയുടെ ഫെഡറൽ നെറ്റ്വർക്ക്, ഫെഡറൽ ടെക്സ്ചർ, അതായത് ഈ NDA കാണുന്നത് ഒരു കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു മുന്നണി. അപ്പോൾ ഫെഡറലിസത്തിനെ ഒരു ക്വാസി ഫെഡറൽ ഒരു സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ഒരു മുന്നണി. മുൻപ് കോൺഗ്രസ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ആ സ്ഥാനത്ത് BJP ആണ്. എന്നാൽ മറുപക്ഷത്ത് ഇന്ത്യ മുന്നണി ഒരു ജെനുവിൻ ഫെഡറൽ മുന്നണി സ്വഭാവം വരുന്നു. അതായത് വികേന്ദ്രീകൃതമായ, ഓരോ സംസ്ഥാനത്ത് അവരവരുടെ തീരുമാനങ്ങൾ എടുത്തു പോകത്തക്ക രീതിയിൽ സംസ്ഥാന കക്ഷികൾക്ക് നിർണായക സ്വാധീനമുള്ള. BJP ഭരിക്കുമ്പോൾ
എത്ര ശക്തമെങ്കിലും തെലുങ്ക് ദേശത്തിനും, അല്ലെങ്കിൽ ശക്തമായ രണ്ട് കക്ഷികളാണല്ലോ തെലുങ്ക് ദേശവും പിന്നെ ജനതാദൾ യുണൈറ്റഡും, ഈ രണ്ട് കക്ഷികൾക്കും വിലപേശാമെന്നല്ലാതെ BJP-യേക്കാളും തലപ്പൊക്കത്തിൽ നിൽക്കാനാവില്ലല്ലോ. BJP അനുവദിക്കുന്ന, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ആന്ധ്ര പാക്കേജ്, ബീഹാർ പാക്കേജ് മാത്രമല്ലേ അവർക്ക് നേടാനാവൂ. പക്ഷെ അങ്ങനെയുള്ള സംവിധാനമല്ല, മറിച്ച് ഘടകകക്ഷികൾ തീരുമാനിക്കുന്ന ഫെഡറൽ ഫ്രണ്ട്, എനിക്ക് തോന്നുന്നത് ആ മുന്നണിക്ക് ഫെഡറൽ ഫ്രണ്ട് എന്ന് പറയുന്നതായിരിക്കാം, ഫെഡറൽ മുന്നണി എന്ന് പറയുന്നതായിരിക്കാം കൂടുതൽ ശരി. ആ രീതിയിലുള്ള പരീക്ഷണം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ചില ഭവനങ്ങളിൽ പൊട്ടിത്തെറിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങിയത്. ലാലു ഭവനത്തിൽ പൊട്ടിത്തെറി. ലാലു എന്ന അതികായൻ, അദ്ദേഹത്തിൻ്റെ പ്രഭാവം എവിടെ? രോഹിണി ആര്യ മകൾ, അതുപോലെ മീസ ഭാരതി മകൾ, ഈ രണ്ട് മക്കളും ഇന്ന് പടിക്ക് പുറത്തായില്ലെങ്കിൽ പോലും പരിഭവത്തിലാണ് പിതാവിനോട്. മൂത്ത മകൻ തേജ് പ്രതാപ് യാദവ് ഓൾറെഡി പാർട്ടിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞു. തേജസ്വി യാദവ് ഏതാണ്ട് ഒറ്റയ്ക്കാണ്, പിതാവും പുത്രനും ഏതാണ്ട് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഓരോ കുടുംബത്തിൽ പോലും കുടുംബാധിപത്യമാണ് ഈ പാർട്ടികൾക്ക്. അതാണ് വിമർശനം. ഈ പറയുന്ന കുടുംബാധിപത്യല്ലേ മമതാ ബാനർജിയുടെ പാർട്ടിക്ക്, അഭിഷേക് ബാനർജി അനന്തരവൻ, അതുപോലെ മുലായം സിംഗിന്റെ കുടുംബാധിപത്യമല്ലേ അഖിലേഷിലൂടെ വരുന്നത്, ലലു കുടുംബാധിപത്യമല്ലേ, MK സ്റ്റാലിന്റെ പിതാവ് കരുണാനിധി പിന്നെ നേതാവായിരുന്നല്ലോ. അപ്പം എവിടെയാണ് കുടുംബാധിപത്യം ഇല്ലാത്തത്? അപ്പൊ NDA മുന്നണിക്ക് അത് അത്ര പരിചിതമല്ല. അവിടെയുമുണ്ട്, NTRന്റെ കുടുംബമാണ്, ചന്ദ്രബാബു നായിഡു എന്നൊക്കെ പറയാമെങ്കിലും. പക്ഷേ ഇന്ത്യ മുന്നണി പൂർണ്ണമായി കുടുംബാധിപത്യത്തിലേക്കും അതേസമയം ഫെഡറൽ രീതിയിലേക്കും മാറുന്നു. അതുകൊണ്ട് സമ്മിശ്രമായ ഒരു പ്രതികരണമാണ് ഇന്ത്യ മുന്നണിയെ കുറിച്ച് ഇപ്പോൾ നടത്താവുന്നത്. ഭാവി പരീക്ഷണങ്ങൾക്ക് സമയമായി എന്നാണ്. ഇപ്പോൾ ഉടനെ മറ്റു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ല. കേരളം, ബംഗാൾ, ആസാം, പശ്ചിമ ബംഗാൾ അതുകൂടി കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ അതുവരെ വെയിറ്റ് ചെയ്ത് 6 മാസം അത് കഴിഞ്ഞ് അവിടങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണ് എങ്കിൽ ഈ രൂപത്തിൽ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.